SFIക്ക് പുതിയ നേതൃത്വം വന്നിരിക്കുന്നു. പുതിയ നേതൃത്വം ഒരാൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ഒരാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. SFI ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നറിയാം. പ്രത്യേകിച്ചും ആർഷോയെ പോലെ ഒരാൾ SFIയുടെ നേതൃത്വത്തിൽ ഇരുന്ന കാലത്താണ് അതിശക്തമായ വിമർശനങ്ങൾ വന്നത്. വിമർശനം വന്നത് വിവരമില്ലാത്തതുകൊണ്ട് വന്നതല്ല. നിരവധി ഉദാഹരണങ്ങൾ. അത് റാഗിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നിരവധി ആരോപണങ്ങൾ വരികയും ആരോപണങ്ങൾ അത് വേണ്ട രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നിൽക്കാത്തത്. ഇപ്പോൾ ആർഷോ പരീക്ഷ എഴുതാതെ പാസ്സായ കേസുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നത്. അതുപോലെ നിരവധി ആളുകൾക്ക് പാസ്സാവാതെ അടുത്ത കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടുക, BCom പാസ്സാവാതെ MCOMന് അഡ്മിഷൻ കിട്ടുക, ഇതൊക്കെ ഒരു കോളേജിൽ നടക്കുന്ന കായംകുളം കോളേജിലുള്ള സംഭവമാണ്. സിദ്ധാർത്ഥൻ്റെ സംഭവമാണ് അതിൽ ഏറ്റവും കൂടുതൽ വിവാദപരമായ സംഗതി. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ കോളേജിൽ വലിയ തോതിൽ കുട്ടികളെ ഉപദ്രവിച്ച അതുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടത് നിരവധി ആരോപണങ്ങൾ നിൽക്കുന്നു. SFI എന്നിട്ടും മുഖ്യമന്ത്രി SFIയുടെ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ തുടരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാർട്ടി ഇതിന് മുഴുവൻ അംഗീകാരം കൊടുത്തു എന്നാണ്. അങ്ങനെയാണോ നമ്മൾ കാണേണ്ടതെന്നറിയില്ല. പക്ഷെ എന്തായാലും ആർഷോയെ നിർത്തിക്കൊണ്ട് വലിയ തോതിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അവിടുത്തെ ഇവർക്ക് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് SFIക്ക് എന്തെങ്കിലും ഗുണമുണ്ടോന്നറിയില്ല. കാരണം പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് പ്രശ്നം. പാർട്ടിയാണ് SFI നിയന്ത്രിക്കുന്നതെന്നതിൽ ഒരു തർക്കമില്ല. കാരണം പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വരുന്നത് പാർട്ടി തന്നെ തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമ്മേളനത്തിലാണ് സാധാരണ ഇത് വരിക. ഇതങ്ങനെയല്ല, പ്രത്യേക സമ്മേളനം വിളിച്ച് ഇവരെ തിരഞ്ഞെടുത്താക്കിയതാണ്. അതിനർത്ഥം പാർട്ടിക്ക് തന്നെ ഇവരെ സഹിക്കാൻ പറ്റേണ്ടായിരിക്കുന്നു. പക്ഷെ പൊതുസമൂഹത്തിൽ പുതിയൊരു ഫേസ് ഇട്ടുകൊണ്ട് ഇവർ മുമ്പോട്ട് വരികയും ആർഷോയെ പോലെയുള്ള ആളുകളെ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ആർഷോ ചാനലുകളിൽ വരുമ്പോൾ എന്തൊരു അരോചകമാണ് പൊതു മനുഷ്യർക്ക്. ഒരുപക്ഷെ പാർട്ടിക്കാർക്ക് ആവേശം ഉണ്ടാവാം, SFIക്കാർക്ക് ആവേശം ഉണ്ടാവാം. ഇപ്പോൾ SFI തന്നെയാണ് ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒരു കാലത്ത് നിറഞ്ഞു വന്നത്. ഇപ്പോൾ SFI പുറകോട്ട് വരികയും പല കോളേജുകളിലും പാലക്കാട് വിക്ടോറിയ മുതൽ യൂണിവേഴ്സിറ്റി വരെ, യൂണിയൻ വരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വരെ SFIക്ക് നഷ്ടപ്പെട്ട ഒരു കാലമാണ് പോയത്. ഇത്തവണ അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായി ഞാൻ കാണുന്നത് വിദ്യാർത്ഥി സമൂഹത്തെ വളരെ തെറ്റായ രീതിയിൽ നയിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളുണ്ട്. മയക്കുമരുന്നിൻ്റെ അതുപോലെയുള്ള മദ്യത്തിൻ്റെ ഒക്കെ വലിയ സ്വാധീനം നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. SFI സർവാധിപത്യമുള്ള ക്യാമ്പസുകളിലാണ് ഇത് കടന്നു വന്നത് എന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഗവൺമെൻറ് കോളേജിൽ റാഗിങ് നടക്കണമെങ്കിൽ, പക്ഷേ സ്വകാര്യ കോളേജിൽ നടക്കുകയാണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കോട്ടയം നഴ്സിംഗ് കോളേജിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കണ്ടത് ഗവൺമെൻറ് കോളേജിലാണ് നടന്നത്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലാണ് നടന്നത്. അവിടെ SFI മാത്രമേ ഉള്ളൂ പല സ്ഥലങ്ങളിൽ, വേറെ കക്ഷിയില്ല. ചെല്ലുന്ന കുട്ടികൾ മറ്റ് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അവർ SFIയിൽ ചേരും. SFIയിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിൽ കോളേജുകൾ എത്തിയിരിക്കുന്നു. ഇത് കേരളത്തിന് നല്ലതല്ല. ഞാൻ ഇത് പറയാൻ കാരണം വ്യക്തിപരമായി SFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലത്ത്. അന്ന് വളരെ വ്യക്തമായി, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്, SFIനെ അവിടെ രൂപീകരിക്കുന്നത് തന്നെ റാഗിങ് വിരുദ്ധ സംഘടന എന്നുള്ള നിലയ്ക്കാണ്. അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സംസ്കാരം റാഗിങ് ആണ്. SFI റാഗിങ്ങിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് SFI യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് രഹസ്യമായിട്ടാണെങ്കിൽ പോലും. കാരണം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ഭയങ്കര റാഗിങ് നടക്കുകയാണ്. റാഗിങ് ഒരു രീതിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെയുള്ള റാഗിങ് അന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വിളിച്ച് കളിയാക്കലും അല്ലെങ്കിൽ മുടിവെട്ടിക്കലും മീശ പിടിപ്പിക്കലും ഒക്കെയുള്ള അങ്ങനെ ചില പരിപാടികളുണ്ട്. ഇതിപ്പോൾ അതല്ല. കോട്ടയം കോളേജിൽ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ മാസവും ഇത്ര രൂപ വെച്ച് 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അത് എന്നിട്ടോ ചെയ്യുന്ന റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസ് കൊണ്ട് കുത്തുക, മറ്റ് സംഗതികൾ ചെയ്യുക, മുഖത്തൊക്കെ പലതരം പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്തത്ര, കുട്ടികൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകുന്നത്ര, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ സിദ്ധാർത്ഥൻ്റെ കേസിലായാലും മറ്റേത് കേസിലായാലും ഉണ്ടാവുകയും അതിനൊരു മറുചോദ്യം ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഒരു മറുചോദ്യം ഇല്ല ഇവിടെ. അപ്പോൾ ഈ അർത്ഥത്തിൽ ഏകാധിപത്യപരമായ ഒരു വിദ്യാർത്ഥി സംഘടന വരാൻ പാടില്ല. SFI എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് വിദ്യാർത്ഥി സമൂഹം സംവാദത്തിൻ്റെ ആളുകളായിരിക്കണം. സംവാദം നടക്കണം അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ. കാരണം ഏറ്റവും പുതിയ തലമുറയാണ്, പുതിയ അറിവുകൾ ഉണ്ടാവുക. ഞങ്ങളുടെ കാലത്ത് SFIക്കാരാണ് പുസ്തകം വായിക്കുന്ന ആളുകൾ. KSUക്കാർ പുസ്തകം വായിക്കില്ല. ഞങ്ങൾ അവരുമായിട്ട് സംവാദത്തിൽ വരും. KSUക്കാർ വരാറില്ല. ഇപ്പോൾ സംഗതി നേരെ തിരിഞ്ഞിരിക്കുന്നു. ഒരു പുസ്തകം വായിക്കുന്നവരല്ല SFIക്കാർ. ആകെ SFI എന്ന് പറയുക ചെഗുവേരയുടെ പടം വയ്ക്കുക. ചെഗുവേരയുടെ പടം വയ്ക്കുമ്പോൾ തന്നെ അത് ആ പടം പലതും സിനിമയിലുള്ള ചെഗുവേരയുടെ പടമാവുക, അതുപോലും ശരിക്കുള്ള ചെഗുവേരയുടെ അല്ലാണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വ്യാപകമായി വളരുന്നതിൻ്റെ ഫലമാണ് SFIയിൽ ഉണ്ടാകുന്ന നാശം. അരാഷ്ട്രീയവൽക്കരണമാണ് SFI നേരിടുന്ന, SFI മാത്രമല്ല പൊതുവെ രാഷ്ട്രീയ കക്ഷികൾ നേരിടുന്ന, ഇടതുപക്ഷ കക്ഷികൾ നേരിടുന്ന പ്രശ്നം.
അത് എസ് എഫ് ഐയിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഈ റാഗിങ്. അത് ഒരു മാർഷോയെ മാറ്റിയത് കൊണ്ട് മാത്രം അത് മാറും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എസ് എഫ് ഐക്ക് അല്ലാത്തൊരു മുഖം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എസ് എഫ് ഐക്ക് ഒരു സംവാദാത്മകമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ സംവാദാത്മകമായ 70കളിലെ ക്യാമ്പസ് പോലെ ഒരു സമീപനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.